Welcome to Pitch IQ, where every big football match gets its deserved insight done. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലത്തെ EFL മാച്ച് EFL ഫൈനലിനെ പറ്റിയാണ്. അർസനൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ബിഗ് ഡെസിഷൻസിന്റെയും ബിഗ് മൊമെന്റ്സിന്റെയും ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഫ്രം കെപ്പാസ് കോസ്റ്റ്ലി എറർ, കെപ്പയുടെ അർസനലിന്റെ ഗോൾ കീപ്പറായ കെപ്പയുടെ ഒരു വലിയ എറർ തൊട്ട് ഗ്വാഡിയോളയുടെ സെലിബ്രേഷൻ വരെ നീണ്ടു നിൽക്കുന്ന കുറച്ച് ഡ്രമാറ്റിക് മൊമെന്റ്സിലൂടെ കടന്നുപോയ ഒരു ഫൈനലായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെ അർസനൽ ഫാൻസ് ആയ തോമസും വിഷ്ണുവും ഉണ്ട്. പ്ലസ് ഒരു വേറെ പെർസ്പെക്റ്റീവ് തരാൻ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായ രൂപേഷ് ഓൾസോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും പിച്ച് ഐക്കിലോട്ട് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡായിരിക്കും. നമ്മുടെ ഈ ഡിസ്കഷൻ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ നമ്മൾ കുറെ നാളായിട്ട് ട്രയലൊക്കെ ചെയ്യാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് ദി ഫൈനൽ ഔട്ട്പുട്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് അപ്ലോഡ് ഓൺ യൂട്യൂബ്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. EFL കപ്പ് ഫൈനലിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. ആദ്യത്തെ ചോദ്യം വിഷ്ണുവിനോടാണ്. മിക്കൽ അർട്ടേറ്റ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ ഗെറ്റ് വൺ മോർ EFL കപ്പ് ഫൈനൽ, ലൈക്ക് ഇൻ ഹൈൻസൈറ്റ് കെപ്പെ കളിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ പലവരും അഭിപ്രായം പറഞ്ഞു. പക്ഷേ അർട്ടേറ്റ പറഞ്ഞത് ഇനിയും അങ്ങനെ ഒരു ഇത് വന്നിരുന്നാൽ പോലും അർട്ടേറ്റ കെപ്പയെ തന്നെ കളിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കപ്പ് പ്ലേയേഴ്സ് എന്നൊരു ഇതിൽ കെപ്പയെ കളിപ്പിച്ചത് കൊണ്ടാണോ അർസനലിന് ഇന്നലെ ആ ഒരു പരാജയം ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇൻട്രസ്റ്റിംഗ് ഒരു ചോദ്യമാണ്. അഗൈൻ ഹൈൻസൈറ്റ് ഇസ് എ വണ്ടർഫുൾ തിങ് അല്ലേ. തിങ് ഈസ്, അർസനലിന്റെ ഇന്നലത്തെ ഇഷ്യൂസ് were not limited to Kepa, as we know. പക്ഷേ ദാറ്റ് എറർ പ്രൂവ് ടു ബി വെരി കോസ്റ്റ്ലി. നമുക്കറിയാം, ആർസണൽ പല കളിയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ്ലി, ഇൻക്ലൂഡിംഗ് ദ റീസെന്റ് പ്രീമിയർ ലീഗ് ഗെയിം അറ്റ് ബ്രൈറ്റൺ, വേർ ദേ സ്ട്രഗിൾ ടു ക്രിയേറ്റ്, ബട്ട് എങ്ങനെയോ റായ kept them in the game and they somehow managed to get that 1-0 win. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു ഇന്നത്തെ ബെറ്റർ ടീം, ബട്ട് ടിൽ ദാറ്റ് എറർ ദേ ഡിഡ്ന്റ് ഹാവ് എ സിംഗിൾ ഷോട്ട് ഓൺ ടാർഗറ്റ്. അപ്പോൾ മേ ബി ഇഫ് കെപ്പ ഡിഡ് മേക്ക് ദാറ്റ് എറർ, ചിലപ്പോൾ കലഫ്യൂരി ചാൻസോ അല്ലെങ്കിൽ ഹേസൂസിന്റെ പോസ്റ്റിൽ തട്ടിയ ബോളോ ഒക്കെ കുറച്ചുകൂടെ അർസനൽ കുറച്ചുകൂടെ കാമായിട്ട് ആ സമയത്ത് കളിച്ചേനെ. ഇഫ് ദ സ്കോർ വാസ് നിൽ ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെന്റ് റിസൾട്ട്. അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് കെപ്പ കോസ്റ്റ് അർസനൽ ദ ഗെയിം. പക്ഷേ ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടല്ലോ. ഐ വുഡ് സേ ദർ ആർ ടു സൈഡ്സ് ടു ദ കോയിൻ. അതിന്റെ ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റായ ഇറക്കി. Even if Raya, I don't think Raya would have made that same mistake, and maybe Raya would have won us the game also through his saves. പക്ഷേ റായക്ക് ആ ഗെയിമിൽ ഒരു ഇഞ്ചുറി പറ്റിയിരുന്നെങ്കിൽ, ഈവൻ ഇഫ് ആർസനൽ ഹാഡ് വൺ ദാറ്റ് ലീഗ് കപ്പ് ഫൈനൽ, if Raya was going to miss the next 2 months, that would cost Arsenal the league and the Champions League. I don't think Kepa can step in for Raya in the league or the Champions League. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളുടെ നറേറ്റീവ്. നമ്മൾ ഈ പറഞ്ഞ നറേറ്റീവ് നമ്മൾ തിരിഞ്ഞു. ഒരു ലീഗ് കപ്പ് ഫൈനലിന് വേണ്ടി, വെറും ഒരു ലീഗ് കപ്പ് ട്രോഫിക്ക് വേണ്ടി ആർസനൽ ആർട്ടേറ്റ ജെപ്പർഡൈസ് ചെയ്തു ലീഗ് സീസൺ, ചാമ്പ്യൻസ് ലീഗ് സീസൺ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻസ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ആർസനലില് ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള ഗെയിമിൽ ഷൂട്ട് ഔട്ടിലൂടെയാണ് ക്വാളിഫൈ ഇൻ ദിസ് ലീഗ് കപ്പ്. ഷൂട്ട് ഔട്ടിലാണ് കയറി വന്നത്. അന്ന് കെപ്പ സേവ് ചെയ്ത പെനൽറ്റിയിലാണ് ആർസനൽ ക്വാളിഫൈ ചെയ്തത്. സോ ഐ തിങ്ക് ഓൾ ഇൻ ഓൾ Kepa probably deserved his place. ആൻഡ് എനിക്ക് തോന്നുന്നു ഇനിയൊരു FA കപ്പ് ഉണ്ടെങ്കിൽ തന്നെ, FA കപ്പിൽ ഇനി ആർസനൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഫേസ് ചെയ്യുകയാണെങ്കിൽ, സെമി ഫൈനലിൽ ആർസനലും ക്വാർട്ടർ ഫൈനലിൽ അവരുടെ സിറ്റിയും അവരുടെ കളി ജയിച്ച ആർസനൽ സിറ്റി സെമി ഫൈനൽ വന്നാൽ, ഐ എം സ്റ്റിൽ എക്സ്പെക്ടിങ് Kepa to start that game. I am not expecting Raya to play that game, even if മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ. ഫൈനൽ ഐ ഡോണ്ട് നോ, ഫൈനലിന് ഡീമൺസ് ഉള്ളതുകൊണ്ട് മേ ബി FA കപ്പ് ഫൈനലിൽ ഇനി സിറ്റിയെ കിട്ടിയാൽ ചിലപ്പോൾ റായ ഇറക്കുമായിരിക്കാം. I don't know. But all in all, I think the decision was warranted, even though it was a costly one. Nice input, Vishnu. So, and I think, who is that? Raya is too important a player to miss out on the league matches. So, എനിക്ക് തോന്നുന്നു ആ ഒരു റിസ്ക്കും കൂടെ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ അർട്ടേറ്റ വിഷ്ണു പറഞ്ഞുകൊണ്ട് കെപ്പയെ കളിപ്പിച്ചത്. പക്ഷേ ആ ഒരു മിസ്റ്റേക്കിലൂടെയാണ് ആദ്യത്തെ ഗോൾ വീണതെന്നാണ്. ഓവറോൾ സിറ്റിയാണ്
ഡിസേർവിംഗ് വിന്നേഴ്സ് എന്നാണ് വിഷ്ണു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു വിഷ്ണു. അടുത്ത ചോദ്യം ഹാർഡ് കോർ അർസനൽ ഫാനായ തോമസിനോടാണ്. പിയറോ ഇൻകാപ്പിയയ്ക്ക് ഒരു യെല്ലോ കാർഡ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് തുടക്കം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കിട്ടിയായിരുന്നു. ഞാൻ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യം തന്നെ വിചാരിച്ചത് ഒരുപക്ഷെ അർട്ടേറ്റ, കാരണം ആ സൈഡിൽ നിന്ന് ഡോക്കുവിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇത്തിരി ഒരു ഡോക്കു ആയിരുന്നോ ചെർക്കി ആയിരുന്നോ ആ സൈഡ് കളിച്ചത് വിഷ്ണു? ഹിൻകാപ്പി അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതെ അതെ അതെ. ഹിൻകാപ്പി ആകുമ്പോ ചെർക്കി ആയിരുന്നു ആ സൈഡിൽ ഓക്കെ, വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്ന് ചെർക്കിയാണ് ഫൗൾ ചെയ്തിട്ടൊരു യെല്ലോ കാർഡ് കിട്ടിയതെന്ന് തോന്നുന്നു ഇൻകാപ്പിയയ്ക്ക്. എന്തോ ആദ്യം തന്നെ കിട്ടിയതായിട്ട് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ അറ്റാക്ക് വരുമ്പോൾ എന്തായാലും അടുത്ത ഫൗൾ ചെയ്യാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ കുറച്ചുകൂടെ വിത്ഡ്രോൺ ചെയ്ത് കളിക്കേണ്ട ഒരു ആ ഒരു കാര്യം കൂടെ ഹിൻകാപ്പിയയ്ക്ക് വരുമ്പോൾ അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നത്, എസ്പെഷ്യലി ബിക്കോസ് ഇറ്റ്സ് എ ഫൈനൽ. ആൻഡ് പറഞ്ഞ കൂട്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ 2 ഗോളും വന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്, ഇൻകാപ്പിയെ കളിക്കുന്ന സൈഡിൽ നിന്നാണ്. തോമസിന് തോന്നുന്നത് അർട്ടേറ്റയ്ക്ക് അവിടെ എങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ, ഹിൻകാപ്പിയെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാലാഫിയോർ ഇറക്കേണ്ടതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? ഓഫ് ഡേ, ഒരു ഔട്ട്ലയർ ഡേ ആയിട്ടാണ് ഞാനിത് കാണുന്നത്. ഹിൻകാപ്പിയുടെ ഓവറോൾ സീസൺ വാസ് വെരി ഗുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ കളിയിൽ അദ്ദേഹത്തിന്റെ പാസിംഗ് പെർസെന്റേജ് ആക്യുറസി എന്ന് വെച്ചാൽ 63% ഉള്ളൂ. ഓവറോൾ ഇപ്പം പ്രീമിയർ ലീഗ് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 80% പ്ലസ്. അപ്പൊ 60 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹി ഓൾസോ ഫെൽറ്റ് ലൈക്ക് പുള്ളിങ് ബാക്ക് ഹിംസെൽഫ്. കാരണം ഓൾറെഡി ഒരു യെല്ലോ കാർഡ് വന്നു, അതിനുശേഷം ഹി വാസ് മോർ കോഷ്യസ്. പക്ഷേ ഹിൻകാപ്പിയെ പോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറിന്റെ ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഒരു യെല്ലോ കാർഡ് വന്നപ്പോൾ ഉടനെ തന്നെ വിഡ്രോ ചെയ്യും. ബിക്കോസ് ഇസ് എ പ്രൂവൺ പ്ലെയർ. ദിസ് എൻറ്റയർ സീസൺ ഹാസ് ബീൻ ഗുഡ് ഫോർ ഹിം. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹി ഫെൽ ദാറ്റ് ഹിൻകാപ്പി ഷുഡ് കണ്ടിന്യൂ. ഹവർ പുള്ളിക്കാരൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ സെമനിയോടെ ഡയറക്റ്റ് റൺസ് പുള്ളിക്കാരന് ശരിയായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, വിച്ച് ഹാസ് ആക്ച്വലി ലെഡ് ടു എ ലോട്ട് ഓഫ് അറ്റാക്ക്. Comparing to 65th minute ആയപ്പോഴത്തേക്ക് we did the change. Calafiori came in. So Calafiori ചില സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ he has 100% he was 100% in passing accuracy. Tackles വണ്ണും ഒക്കെ വളരെ it was much better than our Hincapie. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വുഡിൽ തട്ടിപ്പോയ ഒരു ഷോട്ടും it came from Calafiori, I think. So comparing to this, നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ ആം ഓക്കെ വിത്ത് ഹിൻകാപ്പി കണ്ടിന്യൂയിങ്. ഓവറോൾ പുള്ളിക്കാരന്റെ ഒരു പെർഫോമൻസ് അക്രോസ് ദ സീസൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ ടു ഹിം കണ്ടിന്യൂ. ഹൗവർ ആഫ്റ്റർ സം ടൈം ഹി ഫെൽറ്റ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, വീണ്ടും ടാക്കിൾ ചെയ്യാൻ പറ്റാതായി. പിന്നെ പുള്ളിക്കാരൻ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിലാണ് കൂടുതലായിട്ടും, ബാക്ക് ത്രീ കളിക്കുമ്പോഴാണ് ഹി ഈസ് മോർ എഫക്റ്റീവ്. വിൽക്കുന്നു ബയണിലും ഹി വാസ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ പൊസിഷൻ വെൻ ഹി വാസ് പ്ലേയിങ്. ഇത് കുറച്ച് പുള്ളിക്കാരൻ ഔട്ട് ഓഫ് പൊസിഷനിൽ കളിച്ചോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഹിൻകാപ്പി ഫ്രം മീ. ഓക്കെ, സോ ഓവറോൾ സീസൺ പെർഫോമൻസ് ഹിൻകാപ്പിയുടെ നല്ലതായിരുന്നു. ഒരു ദിവസത്തെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇത് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് തോമസ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു തോമസ്. അടുത്ത ചോദ്യം രൂപേഷിനോടാണ്. റയാൻ ചെർക്കിയുടെ വക കുറച്ച് ഷോ ബോട്ടിങ് ലാസ്റ്റ് നമ്മൾ കളി തീരുന്ന ഒരു 2-0 ലീഡ് വന്നപ്പോൾ റയാൻ ചെർക്കി കുറച്ച് ഷോ ഒക്കെ കാണിച്ചായിരുന്നു. ബോൾ ഇങ്ങനെ കാലുകൊണ്ട് 2 കാലുകൊണ്ടും തട്ടി. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ആർസണൽ പ്ലെയർ ഫൗളും ചെയ്തൊരു യെല്ലോ കാർഡും കിട്ടി. എനിക്ക് തോന്നുന്നു ഈവൻ ഗ്വാഡിയോള വാസ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് എവർ ചെർക്കി ഡിഡ് ദെയർ. രൂപേഷേട്ടൻ എന്താണ് വന്നത്? ഒരു ഒപ്പോസിഷനോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ട് ആണോ, അതോ അതൊരു സ്കില്ലാണെന്ന് കണ്ട് നമ്മൾ വെറുതെ വിടണമെന്നാണോ രൂപേഷേട്ടന്റെ അഭിപ്രായം? ദാറ്റ് ഷോസ് ഹിസ് കോൺഫിഡൻസ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാനൊരിക്കലും അതൊരു ഇൻസൾട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലത്തെ കളിയിലെ 2 ഹൈലൈറ്റ് പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത 2 വിഷ്വൽസ് എന്ന് പറയുന്നത്, ഒന്ന് ഡെഫിനറ്റ്ലി ഗാർഡിയോളന്റെ ഡാൻസ് ആണ്. ഗാർഡിയോള ആ 2ാമത്തെ ഗോൾ അടിച്ച ശേഷമുള്ള ഗാർഡിയോളന്റെ ആ ഒരു സെലിബ്രേഷൻ. 2ാമത്തെ പോയിന്റ് ഇത് ഈ ചെർക്കിയുടെ ഈ മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോഴത്തെ ഫുട്ബോള്, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
സെറ്റ് പീസുകളിലേക്ക് ചുരുങ്ങുക എന്നുള്ളതാണ്. ഗോൾ അടിക്കുന്ന എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് മാത്രം ചുരുങ്ങുക. ഇൻഡിവിജ്വൽ സ്കിൽസ് കളി കാണിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലേയേഴ്സിനകത്ത് മുമ്പ് നമ്മൾ എത്രയോ പ്ലേയേഴ്സിനെ നമ്മളെങ്ങനെ എൻജോയ് ചെയ്തിരുന്നത്, ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കുന്ന ആ ഗോളുകളൊക്കെ നമുക്കിപ്പം പ്രീമിയർ ലീഗ് കാണാൻ തന്നെ ഇഷ്ടമില്ല. അപ്പൊ ഇങ്ങനത്തെ സ്കില്ല് ഇന്നലെ ശരിക്കും ഷർക്കിന്റെ നല്ലൊരു ഡ്രിബിളിംഗ് ഉണ്ടായിരുന്നു ബോക്സിനകത്ത് വെച്ചിട്ടുള്ള, അതും നല്ലൊരു മൊമെന്റ് ആയിരുന്നു ശരിക്കും. അപ്പൊ അതുപോലത്തുള്ള മൊമെന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതാണ്. ഞാൻ ആ ഒരു 22 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് ശരിക്കും പറഞ്ഞാൽ ചെർക്കി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 87,000 ഫാൻസിന്റെ മുമ്പിൽ നിന്ന് കളിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു സമയത്ത് അത് എൻജോയ് ചെയ്യാൻ തോന്നി. അത് ലെറ്റ് ബി ഡു ദാറ്റ്. എന്തിനാണ് ഇത്രയൊക്കെ വലിയൊരു സംഭവമാക്കി മാറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അങ്ങനെയുള്ള മൊമെന്റുകൾ വേണം. അത് ഇപ്പൊ ഞാൻ ഒരു കുട്ടി, ഒരു ചെറിയ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ഒരു കുട്ടി ആ ഒരു കളി കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ മൊമെന്റ് ആ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ പിറ്റേന്ന് ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഇതൊന്ന് ഈ ബോൾ ഒന്ന് കാലിലിട്ട് തട്ടി നോക്കും, ഉറപ്പായിട്ട് തട്ടി നോക്കും. ഇങ്ങനത്തെ മൊമെന്റ്സ് ഇങ്ങനെ എൻജോയ്. ഫുട്ബോൾ ഈസ് ഓൾ അബൌട്ട് എൻജോയ്മെന്റ്. അപ്പൊ അത് കളിക്കുന്നവർ എൻജോയ് ചെയ്യണം, കാണുന്നവർ എൻജോയ് ചെയ്യണം. അതിലെന്ത് ഇൻസൾട്ട്? അതൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. താങ്ക് യു രൂപേഷ്. മ്യൂട്ടായി പോയി, സോറി. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ഡിസ്കഷൻ മാറേണ്ട ഒരു ചോദ്യമായിരുന്നു തോന്നുന്നു. പലർക്കും പല അഭിപ്രായം. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ രൂപേഷ് ഏട്ടൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ചെറിയ തോതിൽ ഒരു ഡിസ്റെസ്പെക്ട് ആയിരുന്നു. കാരണം 2-0 അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ചെറുക്കി ചെയ്യില്ലായിരുന്നു അല്ലെ. 2-0 ആയപ്പോൾ പുള്ളി അതൊരു Maybe. ഒരു ഗ്വാഡിയോള പോലും അത് അംഗീകരിച്ചില്ല. അപ്പോൾ അതാണ് ആ ഒരു ചെറിയ ഒരു പ്രായം കുറഞ്ഞ പ്ലെയറിന്റെ ഇതായിട്ട് കാണാം. അതെ പക്ഷെ അതെ എനിക്ക് അതെ. തോന്നുന്നു നെക്സ്റ്റ് ടൈം ഐ തിങ്ക് ഗ്വാഡിയോള വിൽ ടെൽ ഹിം ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് പറയാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, ഇതിന് പല വ്യൂസ് ഉണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ രൂപേഷ് എന്താണ് പറയുന്നത്. തീർച്ചയായിട്ടും സ്കിൽ ഇൻവോൾവ് ആയ ഗെയിമും കൂടെയാണ്. ഓക്കെ, പലർക്കും പല അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ അഭിപ്രായം നമ്മൾ ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ വീഡിയോ നീണ്ടുപോകും. നമുക്ക് ഇതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കാം. തോമസ് ഔട്ടായി, എനിക്ക് തോന്നുന്നു എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫോർ വിഷ്ണു അഗെയിൻ. അർസനല് ആണ് ഫസ്റ്റ് ഹാഫ് കളി തുടങ്ങിയ സമയത്ത് ഒരു ഇത്ര ഡ്യൂറേഷൻ വരെ സ്ട്രോങ് ആയിട്ട് കളിച്ചത്. കളി കണ്ടപ്പോൾ എന്റെ പ്രഡിക്ഷൻ അർസനൽ ജയിക്കുന്നതായിരുന്നു 2-1. എനിക്കത് ഉറപ്പാവുന്ന രീതിയിലായിരുന്നു അർസനലിന്റെ സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ തൊട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിറ്റി ഒരു സ്പെല്ല് വന്നു ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുവരെ സിറ്റിക്ക് ഒരു ഷോട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ സിറ്റി ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി, അർസനൽ റിട്രീറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. ബെർണാഡോ സിൽവയും ചെർക്കി എല്ലാവർക്കും ബോൾ കിട്ടി, അവർ നല്ലോണം പാസ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. എന്താണ് ആ സെക്കൻഡ് ഹാഫിൽ അർസനലിന് പറ്റിയത്? ഒരു ഫൈനലിന്റെ ഒരു ബിഗ് മൊമെന്റ്, ആ ഒരു പേടിയാണോ അതോ അർട്ടേറ്റയുടെ എന്തെങ്കിലും ടാക്ടിക്കൽ ഒരു മിസ്റ്റേക്ക് ആണോ? ഐ തിങ്ക് മിക്സ് ഓഫ് ബോത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈവൻ വെൻ നമ്മൾ ടാക്ടിക്സ് പറയുമ്പോഴും ദ ടീം സ്റ്റാർട്ടഡ് വെൽ. സോ യു ക്യാൻ സേ ദാറ്റ് അർട്ടേറ്റ സെറ്റ് ദ ടീം അപ്പ് വെൽ. ആദ്യത്തെ 30 മിനിറ്റ് ആർസനലായിരുന്നു ഡോമിനേറ്റിംഗ്. ആൻഡ് ഐ തിങ്ക് ദർ വാസ് എ ക്ലിയർ കട്ട് ചാൻസ് ഓൾസോ വിച്ച് കൈ ഹാവർട്സ് മിസ്ഡ്. അതൊരു 1-on-1 ചാൻസ് ആയിരുന്നു. ഇഫ് ദാറ്റ് ഹഡ് ഗോൺ ഇൻ, മേ ബി കളിയുടെ കോംപ്ലക്ഷൻ തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ. ബട്ട് സംഹൗ ആർസനൽ ഡിഡ്ന്റ് ടേക്ക് ദാറ്റ് ചാൻസ്. 2 ഗോളുകളും മിസ്റ്റേക്സിൽ നിന്നാണ് വന്നത്. നമ്മൾ കെപ്പയുടെ മിസ്റ്റേക്ക് പറഞ്ഞു. ഫസ്റ്റ് ഗോൾ ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ആൻഡ് രണ്ടാമത്തെ ഗോളിൽ സാക്ക റെയിലിയെ ട്രാക്ക് ചെയ്തില്ല. ഹി വാസ് സപ്പോസ് ടു മാർക്ക് ഹിസ് മാൻ. സാക്ക വളരെ അൺക്യാരക്ടറിസ്റ്റിക് ആയിട്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി when O'Reilly was making that run, and he had an unmarked header. അപ്പോൾ ടാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഡൗൺ ടു ഇൻഡിവിജ്വൽ എറേഴ്സ്. പിന്നെ I don't think any Arsenal player except Saliba had a good game. Saliba was the only one who could probably leave that field with his head held high, because he marked Haaland really well. Haaland had no success getting past Saliba. അതല്ലാതെ ആർസനലിന്റെ റെഗുലർ ആയിട്ട് ആർസനലിന് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന റൈസിന്റെ വരെ സെറ്റ് പീസ് ഡെലിവറി, റൈസിന്റെ സാക്കയുടെയും സെറ്റ് പീസ് ഡെലിവറീസ് ഒക്കെ വളരെ മോശമായിരുന്നു ഫൈനലിൽ.
ആഴ്സണലിന്റെ അറ്റാക്ക് ഡിഡ്ന്റ് ജസ്റ്റ് ക്ലിക്ക് ഫ്രണ്ട് ഫോർ. അതിലൊരു വലിയ റീസൺ ഉണ്ട്. ഇറ്റ് ഈസ് ടാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്ടിക്കൽ ആണ്, ബട്ട് ദാറ്റ് ഈസ് ഡൗൺ ടു ലാക്ക് ഓഫ് അവൈലബിലിറ്റി. എനിക്ക് തോന്നുന്നു ആഴ്സണലിൽ ഒരുപാട് നാളിന് ശേഷമാണ് ദേ ആർ പ്ലേയിങ് വിത്തൗട്ട് എ നമ്പർ 10. എസ്സയും ഒഡെഗാർഡും അൺഅവൈലബിൾ ആയിരുന്നു ഈ ഒരു മാച്ചിൽ. ഈ രണ്ട് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ആഴ്സണൽ സീസൺ ഫുള്ള് കളിച്ചത് നമ്പർ 10. ഞാൻ ഹാവർട്സിന്റെ ഒരു ഫാനാണ്, ബട്ട് ഹാവർട്സ് ഇസ് നോട്ട് എ നമ്പർ 10. ഹാവർട്സ് ഇസ് എ സ്ട്രൈക്കർ. ഹി ഹാസ് ടു പ്ലേ അപ്പ് ഫ്രണ്ട് ആസ് എ സ്ട്രൈക്കർ. ഹാവർട്സ് ആസ് എ നമ്പർ 10 ആൻഡ് ഗ്യോക്കറേസ് ആസ് എ സ്ട്രൈക്കർ ജസ്റ്റ് somehow didn't click. സോ എസ് എ ഒഡെഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴ്സണൽ കുറച്ചുകൂടെ കൺട്രോളിൽ വന്നേനെയും. അറ്റ്ലീസ്റ്റ് ദേ വുഡ് ഹാവ് ക്രിയേറ്റഡ് മോർ ചാൻസസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ tactically, I think he started the game well. Maybe he didn't react well to the games and well to the goals എന്ന് വേണേ പറയാം അർട്ടേറ്റയെ പറ്റി. ആ 2 ഗോൾ പോയി കഴിഞ്ഞ് പിന്നെ അർട്ടേറ്റ looked clueless. Even then, after that, Arsenal were creating chances. Calafiori പോസ്റ്റിൽ ഇടിച്ചു, ഹേസൂസിന്റെ ഹെഡർ ക്രോസ് ബാറിൽ ഇടിച്ചു. അപ്പോൾ അതൊക്കെ ചെറിയൊരു ലക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എക്സ്ട്രാ ടൈം, ഐ ഡോണ്ട് നോ. അപ്പോൾ ഐ തിങ്ക് ഐ വുഡ് സ്റ്റിക്ക് ടു മൈ ഫസ്റ്റ് ആൻസർ. ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിഥിങ്. ടാക്ടിക്കൽ, ബട്ട് മോർ ദാൻ ടാക്ടിക്കൽ, ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് ഡൗൺ ടു ഇൻഡിവിജ്വൽ എറേഴ്സ്. ആർസണൽ ഹാഡ് ആൻ ഓഫ് ഗെയിം. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദം ഇറ്റ് കെയിം ഇൻ ദ ഫൈനൽ. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു. അടുത്ത ഓവറോൾ എനിക്കൊരു മോർ ദാൻ ടാക്ടിക്കൽ ഇറ്റ് വാസ് ഡൗൺ ടു ഇൻഡിവിജ്വൽ എറേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് എ നൈസ് ഇൻപുട്ട്. ഷോ ബോട്ടിംഗ് വരെ അവരുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ് ആ സമയത്ത് കാണിച്ചത്. ഈവൻ ദോ ലൈക്ക് അതിന് രണ്ട് സൈഡ് ഓഫ് ആളുകൾ രണ്ട് സൈഡ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എന്താണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അതായത് സിറ്റി അർസനലിനെ പറയുന്നില്ല, അർസനൽ ആർ ഫൈറ്റിംഗ് ഫോർ ദ ലീഗ് ആൻഡ് ദേ ആർ ടോപ്പ് ഓഫ് ദി ലീഗ്. അതല്ല, സിറ്റിയും മറ്റ് ടീമുകളും ലിവർപൂൾ, യുണൈറ്റഡ് പോലുള്ള ടീമുകൾ തമ്മിലുള്ള ഗ്യാപ്പാണോ അത് സൂചിപ്പിക്കുന്നത്? അതായത് യുണൈറ്റഡിന് ഇനിയും കുറേ ദൂരം, ആസ് എ യുണൈറ്റഡ് ഫാനാണ് ഞാൻ ചോദിക്കുന്നത്, കുറേ ദൂരം ട്രാവൽ ചെയ്യാനുണ്ടോ സിറ്റിയുടെ കൂടെ? ഈ സിറ്റിയുടെ പുതിയ സ്ക്വാഡായ ഈ സെമന്യോയും ഗഹീം ഇന്നലെ കളിച്ചില്ല, എന്നാലും അങ്ങനെയുള്ള പുതിയൊരു സ്ക്വാഡായ സിറ്റിയെ പോലും ക്യാച്ച് ചെയ്യാൻ ഇനിയും ഡിസ്റ്റൻസ് ഉണ്ടോ യുണൈറ്റഡിനെ പോലെ ഒരു ടീമിന്? ഞാൻ പറയുമ്പോ സിറ്റിയെയും യുണൈറ്റഡിനെയും ഇപ്പോ ഈ ഒരു സീസൺ ഒന്നും വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഈസ് പ്ലേയിങ് ഫോർ ട്രോഫീസ് ആൻഡ് യുണൈറ്റഡ് സ്റ്റിൽ ഈസ് പ്ലേയിങ് ഫോർ റിവൈവൽ, ഫോർ സർവൈവൽ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ സിറ്റി ആയിട്ടൊന്നും ഇപ്പോ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇന്നലെ സിറ്റിയെ വിഷ്ണു പറഞ്ഞതിൽ എനിക്ക് ചെറിയ വിയോജിപ്പുകളുണ്ട്, അതുകൂടി ചേർത്ത് പറയാം. കാരണം വെച്ചാൽ സെറ്റ് പീസുകളിലാണ് രാജാക്കന്മാരെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആർസണൽ ഈ സീസൺ മൊത്തം, അല്ലെങ്കിൽ ഈ പ്രീമിയർ ലീഗിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർസണലിനെ പറ്റി. പക്ഷെ ഇന്നലത്തെ സെറ്റ് പീസിന്റെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ടച്ച് തന്നെ, അതായത് ആർസണലിന്റെ സെറ്റ് പീസിന്റെ ഫസ്റ്റ് ടച്ച് തന്നെ നടത്തുന്നത് സിറ്റി പ്ലേയേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് ടച്ചിൽ ക്ലിയർ ചെയ്യാണ് അത്. എന്തോ ഒന്നുകിൽ ആർസണൽ പ്ലേയേഴ്സ് ഒരു പേടിച്ച് കളിക്കുന്നത്. ശരിക്കും സിറ്റിയുടെ ആ ഒരു എന്താ, സിറ്റി പ്ലേയേഴ്സിന് ആ ചാമ്പ്യൻസ് ക്ലബ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മസിൽ മെമ്മറി പോലെ ആയിട്ടുണ്ട് അവർക്ക്. അതായത് ഒരു ട്രോഫി വിന്നിങ് എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് ആ ഒരു രീതിയിലേക്ക് ഈവൻ ആർസണലും സിറ്റി, യുണൈറ്റഡ് ഒക്കെ വരാൻ ഇനിയും സമയമെടുക്കും. ഒരുപാട് ദൂരം യുണൈറ്റഡിന് പോകാനുണ്ട്. അത് പുതിയ സ്ക്വാഡ് എന്നുള്ളതിലല്ല, അതാ ആസ് എ യൂണിറ്റ് അവരൊരു ചാമ്പ്യൻസ് ആണ് എന്നുള്ളത് അവര് എത്രയൊക്കെ മോശം ഫോമിലാണെങ്കിലും അവരത് കാണിക്കുന്നുണ്ട്. അവരെ ചാമ്പ്യൻസ് ആണ് എന്നുള്ളതിന്റെ ആ ഒരു ക്വാളിറ്റി അവർ കാണിക്കുന്നുണ്ട്. അത് ഇന്നലെ ശരിക്കും അത് തന്നെയാണ് അവർ ഡോമിനേറ്റ് ചെയ്തത്, വേറൊന്നുമല്ല. ഇന്നലത്തെ ആദ്യത്തെ 15 മിനിറ്റ് എനിക്ക് തോന്നുന്നു റൈസ് ഒരു ശ്വാസം കണ്ടാണ് റൈസിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അത്രയും റൈസിനെയും സുബിമണ്ടിനെയും ശരിക്കും അവർക്കുള്ള സപ്ലൈ കട്ട് ചെയ്തു ശരിക്കും, അത്രയും ഇതായിട്ട്. അതേപോലെ തന്നെ ഏതൊക്കെയാണോ ആർസണലിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ ശരിക്കും ഇന്നലെ സിറ്റിയുടെ ഒരു മികച്ച കളിയൊന്നുമല്ല കളിച്ചത് സിറ്റി. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ആർസണലിന്റെ മേജർ ആയിട്ടുള്ള ഒന്ന് അവരുടെ സെറ്റ് പീസും ഇതാക്കാൻ പറ്റി, അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ റൈസിനെയും സുബിമണ്ടിനെ അവരെ ഒറ്റപ്പെടുത്താനും പറ്റി. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ആർസണലിന്റെ ഡിഫൻസ് വളരെ ഗംഭീരമായിരുന്നു, ഒരു സംശയമില്ല. ഞാൻ പറയും അത് ഹാളൻഡൊക്കെ അവർ കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്ത് ഇതാക്കി. പക്ഷെ എന്നിട്ട് ഹാളൻഡ് ഇല്ലാഞ്ഞിട്ട് പോലും ഇവർക്ക് 2 ഗോൾ ഇവർ കണ്ടെത്താൻ, ഹാളൻഡ് ഇത്രയും ഔട്ട് ഓഫ് ഫോം ആയിട്ട് പോലും 2 ഗോൾ കണ്ടെത്താൻ പറ്റിയെന്നുള്ള. അടുത്ത തോമസിനോട്. തോമസ് ഇടയ്ക്കൊന്ന് മിസ് ഔട്ട് ആയിരുന്നു. തോമസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
യെസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒഡേഗാർഡ്, എസ് എ എന്നീ പ്ലേയേഴ്സ് ഇന്നലത്തെ ഫൈനൽ മിസ് ചെയ്തിരുന്നു. ഉം. ഇത് ഇനിയും അർസനലിന് ഇമ്പോർട്ടന്റ് മാച്ചസ് ലീഗിലുണ്ട്. എത്രമാത്രം എസ് എയുടെ ഇഞ്ചുറി ബാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഇത് ഒരു മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ഓപ്ഷൻസിന്റെ കുറവ് കാണിക്കുന്നുണ്ടോ അർസനൽ സ്ക്വാഡിൽ? തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക്. എസ്പെഷ്യലി നമ്മുടെ മെയിൻ ക്രിയേറ്റേഴ്സ് ആണ് ഒഡഗാർഡും എസ് എ. ഒഡഗാർഡ് എനിക്ക് തോന്നുന്നു എൻറ്റയർ മന്ത് ഈസ് ഔട്ട് ഫ്രം ആക്ഷൻ. എസ് എ സംബന്ധിച്ചോളം ഐ തിങ്ക് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ ഇവർ രണ്ടുപേരും നമ്മുടെ മെയിൻ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്സ് ആണ്. നമുക്ക് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും പ്ലേയിങ് ത്രൂ ദ മിഡിൽ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹാവർട്സ്, നേരത്തെ വിഷ്ണു മെൻഷൻ ചെയ്തപോലെ ഹാവർട്സ് പ്ലേയിങ് ഡീപ്പ് ഫ്രം ആ സ്ട്രൈക്കർ റോൾ അല്ലെങ്കിൽ അപ്രണ്ട് റോൾ കളിച്ചില്ലെങ്കിൽ ആക്ച്വലി ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് ഔട്ട് ഓഫ് പ്ലേസ്. അപ്പം പുള്ളിക്കാരന്റെ ഒരു ഔട്ട് ഓഫ് പ്ലേസ് പൊസിഷനിലാണ് കഴിഞ്ഞ ദിവസം കളിച്ചത്. സോ കണ്ടിന്യൂയിങ് ഹിം ഇൻ ദാറ്റ് പൊസിഷൻ ക്യാൻ ബി ഡെട്രിമെന്റൽ ഫോർ അസ്. ഇവര് രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. They have to come back and fire for us from the middle. സോ ഒരു ലാക്ക് ഓഫ് മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി എന്നൊരു ഇഷ്യൂ വരുന്നുണ്ട് അർസനലിന്, ഇവർ രണ്ടുപേരും ഇഞ്ചുർഡ് ആയി പുറത്തിരിക്കുമ്പോൾ. ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പ്ലേയേഴ്സിന് കുറെ ഫാറ്റീഗ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഒഡഗാർഡ് ഇല്ലാത്തത് കാരണം റെഗുലർ സ്റ്റാർട്ടേഴ്സ് ലൈക്ക് ഡെക്ലാൻ റൈസ്, ഇപ്പൊ ഇവൻ ഹവർട്സിന്റെ കേസ് ആണെങ്കിൽ റെഗുലർ സ്റ്റാർട്ടർ, he's almost becoming a regular starter kind of thing. So ഇവർക്കൊക്കെ കുറെ വർക്ക് ലോഡ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. മേ ബി സെക്കൻഡ് ഹാഫിൽ we were having weaker legs because of all these things. So ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ it will definitely make a lot of difference. And I think പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷ്ണു പറഞ്ഞ ഒരു പോയിന്റ്, ഇന്നലത്തെ നമ്മുടെ പൊസഷൻ വാസ് ലൈക്ക് 37 or 40%. നമ്മളൊരു പൊസഷൻ ബേസ്ഡ് ക്ലബാണ് ലാർജ്ലി ഫോർ ഇയേഴ്സ്. അപ്പം നമുക്ക് സിറ്റിയും they play with possession. പക്ഷെ നമുക്ക് അത്രയും പൊസിഷൻ കുറയാൻ കാരണം ഒരു 45-55 എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടതിന് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. We were not on the ball. ഓക്കെ, താങ്ക് യു തോമസ്. സോ എനിക്ക് തോന്നുന്നു ഇന്നലെ വിഷ്ണു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ഡിസ്കഷനിൽ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആയിട്ട് എനിക്ക് തോന്നി. സാക്കയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്തത് ക്ലബിൽ, അതൊരു എനിക്ക് തോന്നുന്നു പുള്ളിയെ ഓവർ വർക്ക് ചെയ്യിച്ച് പുള്ളി ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ്. പുള്ളി ഒറ്റയ്ക്ക് ആ ടീമിനെ ക്യാരി ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുള്ളി അണ്ടർ പെർഫോം ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഹി സോ യങ് ബട്ട് ഹി ലുക്സ് ലൈക്ക് വെരി ടയർഡ് നോ ഡേയ്സ്. സോ എനിക്ക് തോന്നുന്നു ഒരു അടുത്ത സീസണിൽ ഒരു നല്ല, എനിക്കറിയാം മധുവൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും സീസണിൽ സാക്കയെ ഉപയോഗിച്ച് സാക്കയ്ക്ക് നല്ല ഒരു ബേൺ ഔട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ പെർഫോമൻസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തൊരു ബേസിക് ലീഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം വിഷ്ണുവിനോട് ആദ്യം രൂപേഷേട്ടനോട് തന്നെ ചോദിക്കാം, കാരണം ഒരു യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് നോക്കാം. അർസനലിനെ ഇന്നലത്തെ തോൽവി എന്തായാലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് അർസനലിനും അർസനൽ ഫാൻസിനും. കളി കഴിഞ്ഞപ്പോൾ അർട്ടേറ്റ പറഞ്ഞത് ഈ തോൽവി ഒരു ലേണിംഗ് ആയി എടുത്തിട്ട് നമ്മൾ ഇനിയുള്ള കളികളിൽ ലീഗിലാണേലും ചാമ്പ്യൻസ് ലീഗിലാണേലും നമ്മൾ അപ്ലൈ ചെയ്ത് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരിക. അതിൽ വിഷ്ണു പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എനിക്ക് തോന്നിയത്, ഒരു പക്ഷേ വിഷ്ണുവിന് വേണ്ടാന്ന് വെക്കാൻ ഇത്രയും ഓപ്ഷൻസ് കൊടുത്താൽ ഒരുപക്ഷെ ആദ്യം വേണ്ടാന്ന് വെക്കുക EFL കപ്പ് ഫൈനൽ തന്നെ ആയിരുന്നേനെ. കാരണം അത് ഒരു ലീസ്റ്റ് കമ്പയർഡ് ടു ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് ഇറ്റ് ഈസ് ഓഫ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ്. എന്നിരുന്നാൽ പോലും എനിക്കറിയാം ഫാൻസും ടീമിലെ പ്ലേയേഴ്സും എല്ലാവരും ഡിസപ്പോയിന്റഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു തോൽവി അർസനലിന്റെ ലീഗ് ഓൾറെഡി 9 പോയിന്റ് മുമ്പിലാണ്. സിറ്റി ഒരു കളി കുറവാണ് കളിച്ചിട്ടുള്ളത്. എന്നാലും ഇത് ലീഗിനെ ബാധിക്കുമോ? ചാമ്പ്യൻസ് ലീഗ് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ചാമ്പ്യൻസ് ലീഗ് ഇനിയും റൗണ്ടുകളുണ്ട്. ദാറ്റ്സ് എ നോക്കൌട്ട് കോമ്പറ്റീഷൻ. എനിക്ക് ചോദിക്കാനുള്ളത് ലീഗ്, കാരണം അർസനലിന് ചാമ്പ്യൻസ് ലീഗിന്റെ മുകളിൽ അവർ ആഗ്രഹിക്കുന്നത് ലീഗ് ജയിക്കുക എന്നുള്ളതാണ്. അപ്പം ലീഗ് ജയിക്കുന്നതിനെ ഈ ഒരു തോൽവി ബാധിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം, രൂപേഷ് ചേട്ടാ. ഇല്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആർസണൽ ഫാർ ഒരുപാട് മുന്നിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഗാർഡിയോള പോലും അത് പറഞ്ഞു, ഇത് 9 പോയിന്റ് ഞാനാണെങ്കിൽ അത്
എന്താ പറയുക, അത് വളരെയധികം മുന്നിലാണ് എന്നുള്ളൊരു ആ ഒരു പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല, എന്നാൽ ആ ഒരു ടോണിലാണ് ഗാർഡിയോളന്റെ വളർത്തുനൂലുണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ആർസണൽ ഇനി വരുന്ന ഫിക്സ്ചറും വലിയ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫിക്സ്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർസണൽ മറ്റ് പരിക്കുകളോ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആർസണലിന് ലീഗ് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു തോൽവി അവർക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് ഇതൊരു പ്രശ്നമായി അവർക്ക് ചിലപ്പോൾ അതൊരു ഒന്നുകൂടി ഒരു തട്ടിയുണർത്തൽ പോലെ അത് ചിലപ്പം ഫീൽ ചെയ്തേക്കാം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ്, അറ്റത്തെ മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും അവർക്ക് ആർസണൽ വിജയിക്കും എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള പ്രതീക്ഷ. സോ ഈ ഒരു തോൽവി അവരൊരു ലേണിംഗ് ആയിട്ട് തന്നെ എടുക്കുമെന്നാണ് രൂപേഷേട്ടന്റെ Yes. അഭിപ്രായം. അതെ. വിഷ്ണുവിന്റെ വ്യൂ പോയിന്റ് എന്താണ് ഈ ഇന്നലത്തെ തോൽവി? റാദർ ദാൻ ഒരു കോൺഫിഡൻസ്, ആ ഒരു പ്ലെയേഴ്സിന്റെ മൂഡും അല്ലെങ്കിൽ ഓവറോൾ ക്ലബിലെ ഫാൻസിന്റെ ഒക്കെ ഒരു മൂഡിനെ ബാധിച്ചിട്ട് അത് ലീഗിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ബാധിക്കാതിരിക്കില്ല ഒബ്വിയസ്ലി, ബിക്കോസ് നമുക്കറിയാം ഇംഗ്ലീഷ് സീസണിലെ ആദ്യത്തെ ഫൈനലായിരുന്നു കഴിഞ്ഞത്, ആദ്യത്തെ കപ്പ് വിച്ച് വാസ് അപ്പ് ഫോർ ഗ്രാബ്സ്. അപ്പോൾ അത് ജയിച്ചിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ഗിവൺ കോൺഫിഡൻസ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അത് ലീഗിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറ്റ്സ് പ്രോബ്ലി എ ലിറ്റിൽ ഏർലി ടു സേ. ഒരു കാര്യം ഞാൻ പറയും, ഇഫ് ആർസണൽ വാസ് സപ്പോസ് ടു ലൂസ് ടു മാഞ്ചസ്റ്റർ സിറ്റി വൺസ് ദിസ് സീസൺ, I would have preferred it to happen in this game and not at Etihad in the league game. അപ്പോൾ സിറ്റിക്കെതിരെ ഞങ്ങൾ ഒരു കളി തോക്കുകയാണെങ്കിൽ ഞാൻ ഈ EFL കപ്പ് ഫൈനലിൽ ഞാൻ ഹാപ്പി ആയിട്ട് തോറ്റേനെ. ബിക്കോസ് ഒബ്വിയസ്ലി പ്രിഫറൻസ് ഈസ് ദ ലീഗ്. നമുക്ക് ഹോസ്റ്റ് സുധീഷ് പറഞ്ഞ പോലെ തന്നെ ലീഗ് ഇത്തവണ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ്. ആർസണൽ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചില്ലെങ്കിൽ ആരും ആർസണലിനെ ബ്ലെയിം ചെയ്യില്ല. സെമിയിൽ ബാഴ്സലോണയോടോ അത്ലറ്റിക്കോടോ ഒക്കെ തോറ്റ് പുറത്തായാലും ആരും ആർസണലിനെ ബ്ലെയിം ചെയ്യില്ല. അല്ലെങ്കിൽ ഫൈനലിൽ ബയർനോട് തോറ്റാലും, ബയർൻ ഓർ ഹൂവർ ദാറ്റ് കംസ് ഫ്രം ദാറ്റ് സൈഡ് തോറ്റാലും ആരും ബ്ലെയിം ചെയ്യില്ല. പക്ഷെ ലീഗ് ഇത്തവണ ആർസണലിൽ കൈവിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് പുറത്തുനിന്നുള്ള നോയ്സ് അല്ല, ഐ തിങ്ക് ദ പ്ലേയേഴ്സ് വിൽ ഓൾസോ മേ ബി അറ്റ് സം പോയിന്റ് വിൽ സ്റ്റോപ്പ് ബിലീവിങ്. ബിക്കോസ് നമ്മൾ 2 തവണ ഇതിനു മുമ്പ് നമുക്ക് ടൈറ്റിൽ റേസിൽ ക്ലോസ് വന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു തവണയും കൂടെ ലീഗിൽ നമുക്കത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ഡിറ്റർമിനൽ. സോ ലീഗാണ് പ്രയോറിറ്റി, ആൻഡ് വി ആർ 6 points ahead even if City win their game in hand. And as long as we don't lose at Etihad, I think it is very much in our hands. Etihadil തോറ്റാൽ ഗ്യാപ്പ് 3 കുറയും, and then things will start to get nervous because obviously City know how to get it done. Arsenal still haven't had that experience. അപ്പോൾ എത്തിഹാദ് ഉള്ള മാച്ചാണ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആസ് ലോങ് ആസ് വി ക്യാൻ അവോയ്ഡ് ഡിഫീറ്റ് ഇൻ ദാറ്റ് മാച്ച്, ഐ തിങ്ക് വി ഷുഡ് ബി ഗുഡ് ഫോർ ദ ടൈറ്റിൽ. ആൻഡ് ഐ തിങ്ക് എത്തിഹാദിലുള്ള മാച്ച് എനിക്ക് തോന്നുന്നു സെക്കൻഡ് അടുത്ത ഒരു കളി കഴിഞ്ഞ് രണ്ടാമത്തെ കളിയാണെന്ന് തോന്നുന്നു ലീഗിൽ, അല്ലേ? ഏപ്രിൽ 19 എനിക്ക് തോന്നുന്നത്. അതെ, അതായത് എനിക്ക് തോന്നുന്നു സിറ്റി ചെൽസിക്കെതിരെ കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കളിക്കുന്ന കളി അർസനലിനെതിരെയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് ഒരുപക്ഷെ സിറ്റി ഗെയിം അവസാനമായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അർസനലിന് കുറച്ചുകൂടെ അതെ ബ്രീത്തിങ് സ്പേസ് കിട്ടിയാണ്. ഇത് ആദ്യം തന്നെ ആയതുകൊണ്ട് ആ ഒരു കളിയിൽ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രോ ആണെങ്കിൽ പോലും എനിക്ക് ഒരു അർസനലിന്റെ കോൺഫിഡൻസ് ബാധിക്കും. കാരണം പിന്നെ അങ്ങോട്ട് ചെറിയൊരു ഗ്യാപ്പിൽ കളിക്കുക എന്നുള്ള ഒരു പ്രഷർ വരുന്നത്. അതെ, ഡ്രോ ആണെങ്കിൽ തന്നെ അതൊരു ഒരു പോയിന്റ് ഡിഫറൻസ് അല്ലല്ലോ വരിക. നമുക്ക് ആ 6 point മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു ബിക്കോസ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ ദ ടൈറ്റിൽ റൈവൽസ് 3 പോയിന്റിന്റെ ഗുണം ചെയ്യും ആ ഒരു ഡ്രോ അവിടെ എക്സാക്ട്ലി. അപ്പോൾ അതിൽ എങ്ങനെയെങ്കിലും ഡ്രോ പിടിച്ചാൽ ഐ തിങ്ക് ദെൻ വിൽ കീപ് അവർ 6 point ലീഡ് ആൻഡ് ദെൻ വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ സിറ്റി ഈവൻ വിത്ത് ഓൾ ദെയർ ചേസിംഗ് എക്സ്പീരിയൻസ്. തോൽവി ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആ കളിയിൽ. തോമസിന് എന്ത് തോന്നുന്നു? തോമസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വേറെ രീതിയിലാണ്. ഇത് ലീഗിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിനപ്പുറം, തോമസ് അൺമ്യൂട്ട് ആക്കണേ പറയുമ്പോൾ, ഇപ്പം വേണ്ട. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്തിഹാദിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എത്തിഹാദിൽ പോയി അർസനലിന് ഒരു വിജയമോ ഡ്രോയോ കരസ്ഥമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
ഇത്തിഹാദ് ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിക്സർ ആണ് നമുക്ക്. ദാറ്റ് ഇസ് മേ ബി മേക്ക് ഓർ ബ്രേക്ക് ആയിരിക്കാം. മേ ബി നമ്മൾ ആ ഫിക്സറിൽ തോറ്റാൽ പോലും മേ ബി വി സ്റ്റിൽ വിൻ ദ കപ്പ് എന്നൊരു സിറ്റുവേഷനുകളുണ്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഡ്രോ. നമ്മൾ ഡ്രോ അടിച്ചാൽ പോലും ഇറ്റ് വിൽ ബി എ വെരി ഫേവറബിൾ റിസൾട്ട് ഫോർ അസ്. ഇപ്പൊ ഈ ഒരു മാച്ചിന്റെ ഇപ്പൊ EFLന്റെ കോൺടെക്സ്റ്റ് അവിടെയാണ് വരുന്നത്. മേ ബി വി ക്യാൻ അവിടെ പോകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്രിമ്പിൾ ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് വി ഹാവ് ലോസ്റ്റ് ദിസ് silverware match now. So I think win would be great, but I expect a draw, which will be a very favorable result for us. I'm not too confident about Etihad now. Other match, but still I think that we will win the title. But Etihad, what will happen? We need to watch out. ഓക്കെ, സോ എത്തിഹാദിലെ മാച്ച് ടൈറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ കൂട്ട് വിജയം ഉറപ്പായി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അർസനലിന് എന്നാണ് എനിക്ക് തോന്നുന്നു തോമസ് ഉദ്ദേശിച്ചത്. എന്തായാലും ഇന്നലത്തെ കളി ഞാനൊരു ഒരു വേറെ വ്യൂ, തേർഡ് പേഴ്സൺ വ്യൂ, അർസനൽ ഫാൻ അല്ല അല്ലെങ്കിൽ സിറ്റി ഫാൻ അല്ല എന്ന വ്യൂവിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അർസനൽ കുറച്ച് സൂക്ഷിച്ച് കളിച്ചു എന്നുള്ളതാണ്. അർസനൽ റാദർ ദാൻ എക്സ്പ്രസിംഗ് ദംസെൽസ്, ഐ തിങ്ക് ദേ ആർ മോർ വറീഡ് അബൌട്ട് ദ ലീഗ്. എനിക്ക് തോന്നുന്നു അവര് ഈവൻ ദോ ഈ കളി പോയാലും നമ്മൾ ലീഗ് ബിഗ് പിക്ചർ കാണുക എന്ന രീതിയിലാണ് അവർ കളിച്ചത്. ഈവൻ ദോ സിറ്റി ഡോമിനേറ്റഡ് ദ മാച്ച്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി അങ്ങോട്ടുള്ള. ഇനിയിപ്പോൾ കറക്റ്റ് സമയത്താണ് ഒരു ഇന്റർനാഷണൽ വിൻഡോ വന്നത്. എനിക്ക് തോന്നുന്നു അർസനലിന് ഈ പറഞ്ഞ തൊട്ട് കുറച്ചുകൂടെ ഇരുന്ന് ചിന്തിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്, ലാർട്ടറ്റയ്ക്ക് കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഗ്വാഡിയോളയ്ക്കും. അപ്പം ഗ്വാഡിയോള വിൽ കം അപ്പ് വിത്ത് ഹിസ് മൈൻഡ് ഗെയിംസ് അഗെയിൻ. ഇറ്റ്സ് ഗോയിങ് ടു ബി എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഇന്നലെ സിറ്റി ജയിച്ചു. അർസനൽ ജയിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സിറ്റി ഗ്വാഡിയോളയുടെ 5ാമത്തെ ഡൊമസ്റ്റിക് കപ്പ്. ഇപ്പോൾ ഗ്വാഡിയോളയാണ് ഏറ്റവും കൂടുതൽ ലീഗ് കപ്പ് ജയിച്ച മാനേജർ പ്രീമിയർ ലീഗിൽ. പണ്ട് ഗ്വാഡിയോള ആദ്യം വന്ന സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു, ക്യാൻ ഹി ഡു ഇറ്റ് ഓൺ എ വിൻഡി നൈറ്റ് ഇൻ സ്റ്റോക്ക്? എങ്ങനെയായിരുന്നു വിഷ്ണു അത്? അത് പക്ഷേ അദ്ദേഹം നമ്മളെ എന്തായാലും പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇന്നലെ ആണെങ്കിൽ പോലും ഈവൻ അർസനൽ ജയിക്കുമെന്ന് കരുതിയിട്ടും സിറ്റി ജയിച്ച് നമ്മളെ ഗ്വാഡിയോള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ഒരു ടീം ബിൽഡിംഗ് കഴിവുകളും എല്ലാം ഇന്നലെ കാണിച്ചു. അർട്ടേറ്റ അദ്ദേഹത്തിന്റെ ശിഷ്യനായതുകൊണ്ട് അർട്ടേറ്റയും അതിൽ നിന്ന് ലേണിംഗ്സ് എടുത്ത് കാണും. സോ ഹി വിൽ ബി മോർ കെയർഫുൾ ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ ഇൻട്രസ്റ്റിംഗ് സീസൺ ഫ്രം നൗ ഓൺ. യുണൈറ്റഡിന്റെ കളി ഡ്രോ ആയി, ചെൽസിയുടെ കളി ചെൽസി തോറ്റു, ലിവർപൂളും തോറ്റു. സോ ഐ തിങ്ക് യുണൈറ്റഡ് ആർ ലുക്കിംഗ് ഗുഡ് ഫോർ തേർഡ് ഓൾസോ. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ് ന്യൂസ് ഫോർ രൂപേഷ് ചേട്ടൻ. സോ എല്ലാം ജയിച്ചു, അതും പറയണം. അതെ അതെ, ആസ്റ്റൺ വില്ല ജയിച്ചു, സ്പേഴ്സ് തോറ്റു. സോ ഞങ്ങൾ ആർസണൽ ഫാൻസിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു റിസൾട്ട് ഇന്നലെ ഉണ്ടായി. അർസനൽ തോറ്റെങ്കിലും സ്പേഴ്സ് 3-0 ഹോം ഗ്രൗണ്ടിൽ അതും ഫെല്ലോ സ്ട്രഗ്ലേഴ്സിനെതിരെ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ തോറ്റു. സോ ഐ തിങ്ക് വിഷ്ണു പറഞ്ഞുകൊണ്ട് അർസനലിന് വെസ്റ്റാമിനെതിരെ ഒരു കളി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കളി അർസനൽ ജയിച്ചാൽ they will be helping Tottenham to stay up. സോ അതിലോട്ട് എത്തുമ്പോൾ നമുക്ക് നോക്കാം. സോ എന്തായാലും ഒരു ഓൾ ഇൻ ഓൾ ഒരു ഇൻട്രസ്റ്റിംഗ് സീസൺ ആണ് ഇനി അങ്ങോട്ട് നമുക്ക് കിടക്കുന്ന. ചാമ്പ്യൻസ് ലീഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ ഒരുപക്ഷെ ഒരു IPL റിവ്യൂ പോലെ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ടീം ഒരു പ്രിവ്യൂ. നമുക്ക് കുറേ ഇഞ്ചുറീസ് ഉണ്ട് ഇപ്പോൾ IPL നമുക്കറിയാം. കുറേ ഫാസ്റ്റ് ബോളേഴ്സ് മിസ്സിംഗ് ആണ് ഓസ്ട്രേലിയൻ. നമുക്ക് അതിനെക്കുറിച്ച് കവർ ചെയ്യാം. സോ അധികം സമയം കളയുന്നില്ല. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് ടുഡേസ് എപ്പിസോഡ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം. Thank you. Thank you, Sumit. Thank you, Paul.